ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ നോക്കുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1-ലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG. ഇലക്ട്രോ എൻസെഫലോഗ്രാം ഇതൊരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് EEG ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ബ്രെയിൻ പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസീസസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്ലീപ്പ് പാറ്റേൺ നോർമലായിട്ടാണോ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് EEG എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ മൊഡ്യൂളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കാണ്ട് ഒരെണ്ണമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കാൽപ്പിലായിരിക്കും ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുക. ആ ബ്രെയിനിൻ്റെ ന്യൂറോൺസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഈ സ്കാൽപ്പിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോഡ് ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു ആംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേ ആണ് EEG വേവ് ഫോമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ EEG വേവ് ഫോം ഒരു ഡോക്ടർ വ്യക്തമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി, അതുപോലെ ന്യൂറോളജിക്കൽ ഡിസോർഡർ, സ്ലീപ്പ് പാറ്റേൺ, അതിലുള്ള കാര്യങ്ങളൊക്കെ EEG വേവ് ഫോമിന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സെഷൻ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. വെൽക്കം ടു ദ ക്ലാസ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മുടെ മൊഡ്യൂൾ 1-ൽ പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ECG എന്ന് പറയുന്നത്. ECG എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ECG. EEG ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി. ദെൻ ECG എന്ന് പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാം, EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം, ആൻഡ് EMG ഇലക്ട്രോ മയോഗ്രാം. മസിലിൻ്റെ ആക്ടിവിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ദെൻ ഇലക്ട്രോ റെറ്റിനോഗ്രാം ERG, അത് റെറ്റിനയുടെ ആക്ടിവിറ്റി പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ERG എന്ന് പറയുന്നത്. ദെൻ EOG ഇലക്ട്രോ ഒക്കുലോഗ്രാം, അത് എയിൻ്റെ മൂവ്മെൻറ്റ്, ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം, അത് മൂവ്മെൻറ്റ് നടത്തിയിട്ട് ഈ മൂവ്മെൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് ഇലക്ട്രോ ഒക്കുലോഗ്രാം. ദെൻ ലാസ്റ്റ് വൺ ഇലക്ട്രോ ഗാസ്ട്രോഗ്രാം, സ്റ്റൊമക്ക് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ആക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് EGG എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യമേ മനസ്സിലാക്കാനുള്ളത് ഏത് ഓർഗനെയാണ് അത് മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ECG ആണെങ്കിൽ ഹേർട്ട്, EEG ആണെങ്കിൽ ബ്രെയിൻ, EMG ആണെങ്കിൽ മസിൽ, ERG ആണെങ്കിൽ റെറ്റിന, EOG ആണെങ്കിൽ ഐ മൂവ്മെൻറ്റ്, EGG ആണെങ്കിൽ സ്റ്റൊമക്ക്. ഇതാണ് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ സ്ലൈഡ്. പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ കമ്പാരിസൺ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലൈഡാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ECG, EEG, EMG, ERG, EOG ആൻഡ് EGG. അതിൽ ആദ്യത്തെ എക്സ്പാൻഷൻ ECG എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം, EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം, EMG ഇലക്ട്രോ മയോഗ്രാം, ERG ഇലക്ട്രോ റെറ്റിനോഗ്രാം, EOG ഇലക്ട്രോ ഒക്കുലോഗ്രാം, EGG ഇലക്ട്രോ ഗാസ്ട്രോഗ്രാം. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏത് ഓർഗനെയാണ് മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ECG ആണെങ്കിൽ ഹേർട്ട്, EEG ആണെങ്കിൽ ബ്രെയിൻ, EMG ആണെങ്കിൽ മസിൽ, ERG ആണെങ്കിൽ റെറ്റിന, EOG ആണെങ്കിൽ ഐ മൂവ്മെൻറ്റ്, EGG ആണെങ്കിൽ സ്റ്റൊമക്കാണ്. സിഗ്നൽ റെക്കോർഡഡ്, ഏത് ഓർഗൻ്റെ സിഗ്നലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹേർട്ട്, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് മസിൽ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് റെറ്റിന, ഐ മൂവ്മെൻറ്റ് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് സ്റ്റൊമക്ക്. അത് മെഷർ ചെയ്യാനുള്ള ഒരു ഡയഗ്നോസിസ് ടെസ്റ്റാണ് ഈ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ദെൻ പിന്നെ മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ ഇലക്ട്രോഡ് പ്ലേസ്മെൻ്റ് ആണ്. എവിടേക്കാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്. ECGയുടെ കേസിലാണെങ്കിൽ ചെസ്റ്റ്, ആംസ്, ലെഗ്സിലാണ് ഈ
ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. EEG എന്ന് പറയുമ്പോൾ ബ്രെയിൻ ആയതുകൊണ്ട് സ്കാൽപ്പിലാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. EMG മയോഗ്രാമാണ്, ഇലക്ട്രോ മയോഗ്രാം, മസിൽസിൻ്റെ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. സോ നമുക്കതിന് മുകളിൽ സർഫസ് ഇലക്ട്രോഡ് വെക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് നീഡിൽ ഇലക്ട്രോഡ് വെച്ചുകൊണ്ട് മസിൽസിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാം. ദെൻ ERG അത് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത് ലോവർ എയ്ലിഡ് അല്ലെങ്കിൽ കോർണിയയിലാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുക. EOG മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ബോട്ടം അപ്പ് മൂവ് ചെയ്യണം. അപ്പോൾ അതിന് ചുറ്റുമായിട്ടാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുക, കണ്ണിന് ചുറ്റുമായിട്ടായിരിക്കും ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. ദെൻ EGG എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റൊമക്കിൻ്റെ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. സോ അബ്ഡൊമനിലാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മെയിൻ ആപ്ലിക്കേഷൻ. ഇത് ഓരോ ടെസ്റ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ECG എന്ന് പറയുന്നത് കാർഡിയാക് ഡിസോർഡർ ആണ്. ഹേർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാർഡിയാക് ഡിസോർഡർ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ECG. EEG എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. സോ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്ന ടെസ്റ്റാണ്. EMG മസിൽ ആൻഡ് നെർവ് ഡിസോർഡേഴ്സ്. ERG റെറ്റിനൽ ഡിസോർഡേഴ്സ്. EOG മൂവ്മെൻറ്റ് അനാലിസിസ്. EGG ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി ഡിസോർഡേഴ്സ്. ഇതെല്ലാം അതിൻ്റെ കമ്പാരിസൺ ആണ് വരുന്നത്. ആ മൊഡ്യൂളിലെ ഒരു ഹാഫ് പോർഷനായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ അതിൽ കൺസെപ്റ്റ് ഓൺലി എന്നും പറഞ്ഞ് മാത്രമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കാനുള്ള ഒരു സ്ലൈഡാണ്. നിർബന്ധമായും പഠിക്കുക, എക്സാമിന് എന്തായാലും ചോദിക്കും. പിന്നെ നമുക്കതിൻ്റെ വേവ് ഫോംസ് ആണ് വേണ്ടത്. ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലിൻ്റെ വേവ് ഫോം ഇതാണ് മസ്റ്റായിട്ടും ഇതുപോലെ വരച്ചു വെക്കണം, ഓരോന്നിൻ്റെയും വേവ് ഫോം. ECGയുടെ വേവ് ഫോം ഈ പാറ്റേണിലായിരിക്കും, പാറ്റേൺ മാറ്റരുത്. EEG, EMG, ERG, EOG ആൻഡ് EGG. ഇതൊരു നോർമൽ പേഴ്സൻ്റെ വേവ് ഫോമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വേവ് ഫോമിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ, അപ്പോൾ ആ ഓർഗൻ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഹെൽത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ ആ വേവ് ഫോമിൽ മാറ്റം ഉണ്ടാവും. ഒരു സ്റ്റാൻഡേർഡ് വേവ് ഫോമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഡോക്ടർ അത് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേവ് ഫോം മസ്റ്റാണ്. വേവ് ഫോം എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ആദ്യത്തെ 3 സ്ലൈഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ദെൻ ഇനി നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറഞ്ഞത് എന്താണ്? ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഒരു EEG റെക്കോർഡിംഗ് സെറ്റപ്പാണ് കാണിച്ചിരിക്കുന്നത്. ആ ബ്രെയിനിൻ്റെ മുകളിലാണ് ഡിഫറെൻറ്റ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺസ് ബ്രെയിനിൽ നിന്നുള്ള ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. അത് ആംപ്ലിഫൈ ചെയ്ത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റിലോട്ട് കൊടുക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ആ വേവ് ഫോം പ്രിൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ അത് സേവ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇതിൽ നടക്കുന്ന എന്താണ്? മൾട്ടിപ്പിൾ ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ സ്കാൽപ്പ് ടു ഡിറ്റക്ട് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ സെൽസ്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ സെൽ and transmit the signal to the EEG machine for recording. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ്. എന്താണ് EEGയുടെ ഡെഫിനിഷൻ? EEG അതിൻ്റെ എക്സ്പാൻഷൻ എന്തായിരുന്നു? ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം ഇറ്റ് ഈസ് എ നോൺ ഇൻവസീവ് ഡയഗ്നോസ്റ്റിക് ടെക്നിക്. നോൺ ഇൻവസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡി കട്ട് ചെയ്യേണ്ട, അതിൻ്റെ സർഫസിൽ വെച്ച് തന്നെ മെഷർമെൻ്റ് എടുക്കുന്നതിനെയാണ് നോൺ ഇൻവസീവ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സ്കാൽപ്പിലാണ് വെക്കുന്നത്, അത് പെനിട്രേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു ടെസ്റ്റിനെയാണ് നോൺ ഇൻവസീവ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് റെക്കോർഡ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ യൂസിങ് ഇലക്ട്രോഡ്സ് പ്ലേസ്ഡ് ഓൺ ദ സ്കാൽപ്പ്. It helps to evaluate brain function, diagnose neurological disorders. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്
എന്ത് യൂസ് ചെയ്യുന്നത്? EEG യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്? ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉണ്ടോ, സ്ലീപ്പ് പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് EEG ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. യൂസസ് ഓഫ് EEG. എന്തിനാണ് EEG യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? ഇറ്റ് ഇവാലുവേറ്റ് ഓവറോൾ ബ്രെയിൻ ഫങ്ഷൻ. ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് EEG. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡയഗ്നോസിങ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് സച്ച് ആസ് എപ്പിലെപ്സി. അതൊക്കെ മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് EEG. യൂസ്ഫുൾ ഇൻ സ്ലീപ്പ് സ്റ്റഡീസ് ആൻഡ് മോണിറ്ററിങ്. ഓക്കെ. ദെൻ അസിസ്റ്റ് ഇൻ അസസിങ് എഫക്റ്റ് ഓഫ് ഡ്രഗ്സ്, injuries and other brain conditions. So these are the main applications of EEG. ഒന്നാമത്തെ എന്തായിരുന്നു? ബ്രെയിൻ പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ, ദെൻ സ്ലീപ്പ് പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി അസസ് എഫക്റ്റ് ഓഫ് ഡ്രഗ്സ്, ഇഞ്ചുറീസ് ആൻഡ് അതർ ബ്രെയിൻ കണ്ടീഷൻസ്. EEG വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനടുത്ത് ഡിഫറെൻറ്റ് ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോൺസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലായിട്ട് എടുക്കുന്നത്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ. ബ്രെയിനകത്ത് ന്യൂറോൺസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിഗ്നലാണ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലായിട്ട് എടുക്കുന്നത്. ദെൻ ഇലക്ട്രോഡ് പ്ലേസ്ഡ് ഓൺ ദ സ്കാൽപ്പ്. ഒരു സ്കാൽപ്പിൽ നമുക്ക് 20 ഇലക്ട്രോഡ്സ് ഒക്കെ വെച്ചിട്ട് ആ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലായിട്ട് മാറ്റുന്നത് ഇലക്ട്രോഡ്സ് ആണ്. നമ്മുടെ സ്കാൽപ്പിൽ 20 ഇലക്ട്രോഡ്സ് ആയിരിക്കും പ്ലേസ് ചെയ്യുക. ആ ഇലക്ട്രിക്കൽ സിഗ്നലാണ് എന്തിനു കൊടുക്കുന്നത്? EEG എക്യുപ്മെന്റിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ EEG ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നു. കാരണം ഇലക്ട്രോഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചെറിയ വോൾട്ടേജ് ആയിരിക്കും. ഒരു മൈക്രോ വോൾട്ട് ആയിരിക്കും ഇലക്ട്രോഡിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് EEG ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ദെൻ സിഗ്നൽസ് ഡിസ്പ്ലേഡ് ആസ് വേവ് ഫോം. ആ കറസ്പോണ്ടിങ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയാണ് വേവ് ഫോം ആയിട്ട് പ്ലേസ് ചെയ്യുന്നത്. ദെൻ EEG വേവ് ഫോം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫോം പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുകയോ അനലൈസ് ചെയ്യാനോ നമുക്കത് മോണിറ്ററിൽ കാണിക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് ഏതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്? ഒരു EEGയുടെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. എന്തായിരുന്നു? EEG മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ ബ്രെയിനിനകത്ത് ന്യൂറോൺസ് ഉണ്ട്. ന്യൂറോൺസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിനെയാണ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. ആ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഡിഫറെൻറ്റ് ഇലക്ട്രോഡ്സ് വെച്ചുകൊണ്ട് ആ സിഗ്നൽ എടുത്ത് ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും? ആ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഇലക്ട്രിക് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക് സിഗ്നൽ ചെറിയൊരു വോൾട്ടേജ് ആയിരിക്കും. അതിനെ ആംപ്ലിഫൈ ചെയ്യും, അതിനെ ഫിൽട്ടർ ചെയ്യും. അതിനുശേഷം അത് പ്രിൻറ്റോ അല്ലെങ്കിൽ സേവ് ചെയ്ത് ആ EEG വേവ് ഫോം അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ. ഇതിൻ്റെ പ്രിൻസിപ്പിളാണ് ദ ബ്രെയിൻ കണ്ടെയ്ൻസ് മില്യൺസ് ഓഫ് ന്യൂറോൺസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഇലക്ട്രിക്കൽ പൾസസ്. ആ പൾസസ് ആണ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലായിട്ട് എടുക്കുന്നത്. ദീസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആർ ഡിറ്റക്റ്റഡ് ബൈ ഇലക്ട്രോഡ്സ് പ്ലേസ്ഡ് ഓൺ ദ സ്കാൽപ്പ്. ദീസ് സിഗ്നൽ ആർ ആംപ്ലിഫൈഡ് ആൻഡ് ഡിസ്പ്ലേഡ് ആസ് വേവ് ഫോംസ് കോൾഡ് ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG. അപ്പോൾ ബ്രെയിനിൻ്റെ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് EEG വേവ് ഫോം ആയിട്ട് പ്ലേസ് ചെയ്യുന്നത്. ഇലക്ട്രോഡ് പ്ലേസ്മെന്റ് ഇൻ EEG. അപ്പോൾ നമ്മൾ മൊത്തം 20 ഇലക്ട്രോഡ്സ് ആണ് ഒരു സ്കാൽപ്പിൽ വെക്കുന്നത്. 20 ഇലക്ട്രോഡ്സ് ഈ രീതിയിൽ പ്ലേസ് ചെയ്തുകൊണ്ടാണ് EEG വെക്കുന്നത്. ആ ഇലക്ട്രോണിൻ്റെ പ്ലേസ്മെന്റ് സ്റ്റാൻഡേർഡ് പോയിന്റ്സിൽ വെക്കണം, എങ്കിലാണ് കറക്റ്റ് ആയിട്ടുള്ള EEG വേവ് ഫോം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ട്രെയിൻഡ് പേഴ്സണൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണം. ആ ഇലക്ട്രോഡിൻ്റെ പ്ലേസ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമിൽ
ഡിസ്റ്റോഷൻ ഉണ്ടാവാം. ഓക്കെ, ഇവിടെ നോക്കി എത്ര വേവ് ഫോം ആണ്? 1 2 3 4 5 6 അപ് ടു 20 ഇലക്ട്രോഡ്സ് ആണ് പ്ലേസ് ചെയ്യുന്നത്. അതിന് ഓരോന്നിനും സ്റ്റാൻഡേർഡ് പൊസിഷൻസ് ഉണ്ട്. ഇവിടെ നോക്കിയേ, എഫ് എന്ന് പറയുന്നത് ഫ്രണ്ടൽ ആണ്. ഫ്രണ്ടൽ, ദീസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഫോർഹെഡ് റീജിയൻ. ഓക്കെ, ദിസ് വൺ ഈ എഫ് എന്ന് ഡിനോട്ട് ചെയ്തെല്ലാം ഫോർഹെഡ് റീജിയൻസിലാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. ദെൻ സി മീൻസ് സെൻട്രൽ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ ഓൺ ദ ടോപ്പ് ഓഫ് ഹെഡ്. നമ്മുടെ ഏറ്റവും ടോപ്പിൽ വെക്കുന്നതാണ് സി എന്ന് പറയുന്ന സെൻട്രൽ. C3 CZ C4 ഇതാണ് സെൻട്രലിൽ വെക്കുന്ന ഇലക്ട്രോഡ്. പി മീൻസ് parietal, located in the parietal region, that is upper side. P3 PZ P4 parietal. Then T means temporal. It is located near the temples, side of the head. T3 T5 T4 T6 temples, temporal. Okay, then occipital. O എന്ന് പറയുന്ന occipital, it is located in the occipital region, that is back side of the head. Occipital region. Okay, അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ഏരിയാസിലാണ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. അതിൽ എഫ് എന്ന് പറയുന്നത് ഫ്രണ്ടലാണ്. അത് പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ വെക്കണം. സി മീൻസ് സെൻട്രൽ, പി മീൻസ് parietal, ടി മീൻസ് ടെമ്പറൽ, ദെൻ ഒ മീൻസ് occipital. ഓക്കെ, ഇത്രയും ഈ ഇലക്ട്രോഡ് പ്ലേസ്മെൻറ്റ് പഠിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ വർക്കിംഗ് ഓഫ് EEG നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നു. ഇലക്ട്രോഡിൽ നിന്ന് നമുക്ക് ബ്രെയിൻ സിഗ്നൽ കിട്ടുന്നു. അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. അതിനെ പ്രിൻ്റ് എടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ ബേസിക് വർക്കിംഗ് ഓഫ് EEG. അതിലെന്താ വരുന്നത്? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ പേഷ്യൻ്റ് സ്കാൽപ്പ് അക്കോർഡിംഗ് ടു 10 to 20 ഇൻ്റർനാഷണൽ ഇലക്ട്രോഡ് പ്ലേസ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് ഒരു പേഷ്യൻ്റെ മുകളിൽ നമ്മൾ സ്കാൽപ്പിൽ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 2, ബ്രെയിൻ ന്യൂറോൺസ് ജനറേറ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. അപ്പോൾ ബ്രെയിനിൽ നമുക്ക് മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ടാവുക, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടാണ്. ആ ഇലക്ട്രിക്കൽ സിഗ്നലെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 3, ഇലക്ട്രോഡ്സ് ഡിറ്റക്ട് ദീസ് സ്മോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബയോ പൊട്ടൻഷ്യലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രോഡ്സ്. സ്റ്റെപ്പ് 4, ദ EEG മെഷീൻ ആംപ്ലിഫൈസ് ദ സിഗ്നൽ. അവിടെ നിന്നുള്ള വോൾട്ടേജ് ചെറുതായിരിക്കും, അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് EEG മെഷീൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, ദ സിഗ്നൽ ആർ റെക്കോർഡഡ് ആൻഡ് ഡിസ്പ്ലേഡ്. ദ സിഗ്നൽസ് ആർ റെക്കോർഡഡ് and displayed as brain wave pattern on monitor or paper. പ്രിൻ്റ് എടുക്കാനോ അത് സേവ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെയിൻ വേവ്സ്. ഒരാളുടെ മെൻ്റൽ കണ്ടീഷൻ അനുസരിച്ച് ആ വ്യക്തി പുറപ്പെടുവിക്കുന്ന വേവ് ഫോം, ബ്രെയിൻ വേവ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു റിലാക്സ് ചെയ്തിരുന്ന സമയത്ത് ഒരു വേവ് ഫോം ആയിരിക്കും, ടെൻഷനുള്ള സമയത്ത് വേറൊരു വേവ് ഫോം ആയിരിക്കും, ഒരു ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിൽ വേറൊരു വേവ് ഫോം ആയിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ മെൻ്റൽ കണ്ടീഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് വേവ് ഫോം ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ഓരോ സമയത്തും ഒരു സ്റ്റാൻഡേർഡ് ബ്രെയിൻ വേവ് ഉണ്ടാവണം. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസോർഡർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേവ് ഫോംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ, ഗാമ വേവ്സ്. ഇതാണ് ഒരു ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേവ് ഫോംസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ആൽഫ വേവ്. ആൽഫ വേവിൻ്റെ ഫ്രീക്വൻസി 8 to 13 ഹെഡ്സ് ആണ്. ഇതാണ് ആൽഫ വേവ്. 8 to 13 ഹെഡ്സ് ആണ്. അത് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? It is produced when a person is awake or relaxed. Okay. ഒരു നോർമൽ കണ്ടീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആൽഫ വേവ്. അതിൻ്റെ ഫ്രീക്വൻസി ലോ ആണ്, 8 to 13 ഹെഡ്സ് ആണ്.
ബീറ്റ വേവ് ഫ്രീക്വൻസീസ് 13 to 30 ഹെർട്സ്. ഇതാണ് ബീറ്റ വേവ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് അലേർട്ട്നെസ്, കോൺസെൻട്രേഷൻ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റി. ബ്രെയിൻ കുറച്ചുകൂടി യൂസ് ചെയ്യുമ്പോഴാണ് ബീറ്റ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹൈ ഫ്രീക്വൻസി ആൻഡ് ലോ ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് തീറ്റ വേവ് ഫ്രീക്വൻസി ഈസ് ലോ 4 to 8 ഹെർട്സ്. It is produced during light sleep and deep relaxation. Okay. Light sleep and deep relaxation സമയത്താണ് തീറ്റ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ വേവ് ഫ്രീക്വൻസി ഈസ് വെരി ലോ 0.5 to 4 ഹെർട്സ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ഡീപ്പ് സ്ലീപ്പ്. ഡീപ്പ് സ്ലീപ്പിൻ്റെ സമയത്താണ് ഡെൽറ്റ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഗാമ വേവ്, it is greater than 30 hertz. It is associated with learning, memory and higher cognitive functions. കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഗാമ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേവ് ഫോംസ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ആൽഫ, ബീറ്റ, തീറ്റ, ഡെൽറ്റ, ഗാമ. അതിൻ്റെ പേരുകൾ പഠിക്കണം, ഫ്രീക്വൻസി പഠിക്കണം, വേവ് ഫോം പഠിക്കണം, ഏത് സമയത്താണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും പഠിക്കണം. ഇതൊരു സ്റ്റാൻഡേർഡ് വേവ് ആണ്. അതിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതാണ് ഇ ജി വേവ് ഫോം. ഇതാണ് ശരിക്കുള്ള ഇ ജി വേവ് ഫോം ആയിട്ട് നിങ്ങൾ എക്സാമിന് എഴുതി വെക്കേണ്ടത്. അതല്ലെങ്കിൽ വരച്ച് വെക്കേണ്ട ഡയഗ്രാം എന്ന് പറയുന്നത് ഈ വേവ് ഫോം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓരോ ഏരിയ എന്നുള്ള വേവ് ഫോം അതുപോലെ പഠിക്കുക. ഇതാണ് കറക്റ്റ് ഇ ജി വേവ് ഫോം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ സമയത്ത് ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഫ്രീക്വൻസി എല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കമ്പോണൻസ് ഓഫ് ഇ ജി സിസ്റ്റം. ഇതിലെ മെയിൻ കമ്പോണൻസ് ഏതാണ്? ഒന്ന് ഇലക്ട്രോഡ്സ് ആണ്. ഇലക്ട്രോഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്രെയിനിൻ്റെ ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. ആംപ്ലിഫയർ, അതിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ചെറിയ വോൾട്ടേജ് ആയിരിക്കും, മൈക്രോ വോൾട്ടേജ് ആണ്. അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ദെൻ ഫിൽറ്റേഴ്സ്. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലിൽ ചിലപ്പോൾ അൺവാണ്ടഡ് സിഗ്നൽ ഉണ്ടാവും. ആ അൺവാണ്ടഡ് സിഗ്നലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ റെക്കോർഡിംഗ് യൂണിറ്റ്. നമുക്ക് ആ ബ്രെയിനിൻ്റെ വേവ് ഫോമിനെ ഡിസ്പ്ലേ ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതിനു വേണ്ടിയാണ് റെക്കോർഡിംഗ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഓർ മോണിറ്റർ, ഇറ്റ് അനലൈസ് ആൻഡ് ഡിസ്പ്ലേ ബ്രെയിൻ വേവ് ഫോം. റെക്കോർഡിംഗ് യൂണിറ്റ് അത് സ്റ്റോർ ചെയ്യുക കൂടി ചെയ്യുന്നു. കമ്പ്യൂട്ടർ ഓർ മോണിറ്റർ അനലൈസ് ദ ഇ ജി വേവ് ഫോം ആൻഡ് ഡിസ്പ്ലേ ദ ബ്രെയിൻ വേവ് ഫോം. So these are the main components in EEG system: electrode, amplifier, filter, recording unit and computer or display. Okay. Applications of EEG. എന്തിനാണ് EEG യൂസ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് EEG യൂസ് ചെയ്യുന്നത്? ഡയഗ്നോസിസ് ഓഫ് എപ്പിലെപ്സി ആൻഡ് സീഷേഴ്സ്. അപസ്മാരമൊക്കെ ഉണ്ടോയെന്ന്, ന്യൂറോളജിക്കൽ ഡിസോർഡറിൻ്റെ ഫലമായിട്ട് അപസ്മാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഡിറ്റക്ഷൻ ഓഫ് ബ്രെയിൻ ട്യൂമർ, ഡയഗ്നോസിസ് ഓഫ് സ്ലീപ്പ് ഡിസോർഡർ, മോണിറ്ററിംഗ് ബ്രെയിൻ ഫങ്ഷൻ ഡ്യൂറിങ് സർജറി, അസസ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഇഞ്ചുറി ആൻഡ് കോമ, ഡയഗ്നോസിസ് ഓഫ് എൻസെഫലോപ്പതി ആൻഡ് അതർ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് റിസർച്ച്. ഇത്തരം ഏരിയാസിലാണ് ഇ ജി യൂസ് ചെയ്യുന്നത്. ബ്രെയിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇ ജി യൂസ് ചെയ്യുന്നത്. കൺക്ലൂഷൻ ഓഫ് ഇ ജി. അപ്പോൾ ഇ ജി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഇ ജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ബ്രെയിൻ നോർമൽ ആയിട്ടാണോ ഉള്ളത്, എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉണ്ടോ, അല്ലെങ്കിൽ സ്ലീപ്പ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഇ ജി യൂസ് ചെയ്യുന്നത്. ഇ ജി, ദാറ്റ് ഈസ് ഇലക്ട്രോ എൻസെഫലോഗ്രാം,
It is an important biomedical diagnostic tool. It is used to record electrical activity of the brain. Electrical activity of the brain. It plays a vital role in diagnosing epilepsy, sleep disorder, brain injury, and other neurological conditions. Because it is safe, non-invasive, and capable of providing real-time brain activity, EEG is widely used in hospital, research laboratories, and intensive care units. Okay. അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. നമുക്കതിൻ്റെ കൺസെപ്റ്റ് ഓൺലി എന്ന് മാത്രമാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ പഠിക്കണം, ഏത് ഓർഗനെയാണ് മോണിറ്റർ ചെയ്യുന്നതെന്ന് പഠിക്കണം, അതിൻ്റെ അപ്ലിക്കേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈജിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, റെക്കോർഡിംഗ് സെറ്റപ്പ്, അതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ്, അതുപോലെ കമ്പാരിസൺ, അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒക്കെ വ്യക്തമായി പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന ഈ മൊഡ്യൂൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ലൈൻ ബൈ ലൈൻ ക്ലാസ്സുകളും നമ്മുടെ വാട്സാപ്പിൽ അവൈലബിൾ ആണ്. അത് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന രീതിയിൽ ആപ്പിൽ അവൈലബിൾ ആണ്. വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യുക, അത് വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.